ഇത് പവിത്രൻ എന്ന സാധാരണക്കാരൻ, അക്ഷരങ്ങളുടെ കൂട്ടുകാരൻ. കാവ്യാത്മകമായ വിശേഷണങ്ങൾ കൊണ്ട് പവിത്രൻ എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. കാരണം ഇദ്ദേഹം ഒരു കവിയാണ്. ഞാൻ പവിത്രൻ തീക്കുനി, കവി, സാധാരണക്കാരനായ ഒരു കവി. മലയാളത്തിലെ പുതിയ തലമുറയിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്ന, ഒപ്പം തന്നെ മലയാളത്തിലെ വായനക്കാർ അർഹമായൊരിടം തന്നിട്ടുള്ള ഒരു എഴുത്തുകാരൻ. 24 വർഷങ്ങൾക്കിടയിൽ 16 വയസ്സിലാണ് കവിതയുടെ തുടക്കം. ആദ്യ കവിത അച്ചടിച്ചു വരുന്നത് 14-ാമത്തെ വയസ്സിലാണ്. ആ 24 വർഷത്തിനിടയിൽ ജീവിതം എനിക്ക് തന്നിട്ടുള്ള, അല്ലെങ്കിൽ തീക്കുനി അങ്ങാടിയിലൂടെ നടന്ന പവിത്രൻ എന്ന ഒരു ചെക്കനിൽ നിന്ന്, ഒരു തെരുവ് ചെക്കനിൽ നിന്ന് പവിത്രൻ തീക്കുനി എന്ന കവിയിലേക്കുള്ള ഒരു യാത്രയുടെ ഓർത്തെടുക്കലാണ് ഈ നിമിഷം. ഞാനൊരു വ്യതിത ജീവിതം പാഴ്നിഴൽ കൂത്തിലും മുറിവായേൽക്കുമ്പോൾ, ഇവിടെ മഞ്ഞതൻ വെറും കുംഭസാരം അലിഞ്ഞതിൻ തീവേനൽ തിരിച്ചെടുക്കുമ്പോൾ, അടുത്തു നിന്നു നാം ലഹരി മൊന്തിയ കൊടിയ സ്നേഹത്തിൻ ദുരിതരാത്രികൾ അകത്തു ചില്ലായി തറഞ്ഞു വിങ്ങുമ്പോൾ, അകലെ ഞാനൊരു വ്യതിത ജീവിതം പാഴ്നിഴൽ കൂത്തിലും മുറിവായേൽക്കുമ്പോൾ, ഇവിടെ മഞ്ഞതൻ 1971 കോഴിക്കോട് ജില്ലയിലെ തീക്കുനിയിലാണ് എൻ്റെ ജനനം. അച്ഛൻ കുഞ്ഞിരാമൻ, അമ്മ മാധ. രണ്ടുപേരും ഇന്ന് കൂടെയില്ല. അച്ഛൻ അനാഥാലയത്തിലാണ്, അമ്മ വേറൊരു ജീവിതം ജീവിച്ചു തീർക്കുന്നു. 4-ാം ക്ലാസ് വരെ ചേരാവരം UP സ്കൂളിലായിരുന്നു പഠനം. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വീട് വിട്ടിറങ്ങുന്നത്. കണ്ണൂരിൽ പള്ളിക്കുന്നിൽ ഒരു ഹോട്ടലിലായിരുന്നു 11-ാമത്തെ വയസ്സ് വരെ. 10 വയസ്സ് തൊട്ട് 11-ാമത്തെ വയസ്സ് വരെ. ഒരു നവംബർ 14-ന് പോലീസ് മൈതാനിയിൽ, കണ്ണൂർ പോലീസ് മൈതാനിയിൽ കുട്ടികൾക്കുള്ള കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ കൂടെ സ്പോർട്സും ഉണ്ടായിരുന്നു. അതിൽ തവളച്ചാട്ടത്തിൽ 1-ാം സ്ഥാനം കിട്ടുകയും, അങ്ങനെ സമ്മാനം വാങ്ങാൻ ചെന്ന സമയത്ത് കൂടെ സമ്മാനം കിട്ടിയ കുട്ടികളെല്ലാം പഠിക്കുന്നവരായിരുന്നു. ആ കുട്ടികൾ പഠിക്കുന്നവരാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കും പഠിക്കണമെന്നുള്ള വീണ്ടും അതിയായ ഒരു ആഗ്രഹം തോന്നുകയും, തിരിച്ച് തീക്കുനിയിലെത്തുകയും വീണ്ടും പഠിക്കാനുള്ള അതിയായ ആഗ്രഹം അവിടുത്തെ അധ്യാപകരെ അറിയിക്കുകയും, തൽഫലമായിട്ട് കാളിയത്ത് എന്ന് പറയുന്നൊരു അധ്യാപകൻ പഠിക്കാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കി തരികയാണ് ഉണ്ടായത്. അങ്ങനെ 7-ാം ക്ലാസ് വരെ അവിടെ പഠനം തുടരുകയും 8-ാം ക്ലാസ് വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ ചെന്ന് ചേരുകയും ചെയ്തു. കാരണം തീക്കുനിയിൽ നിന്ന് വട്ടോളിയിലേക്ക് 14 കിലോമീറ്റർ നടന്നു പോകണമായിരുന്നു. കാരണം അടുത്ത് തന്നെ വേറൊരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നു, വേളം ഹൈസ്കൂൾ. പക്ഷേ അവിടെ പോകാൻ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം തീക്കുനി അങ്ങാടിയിൽ അച്ഛനുണ്ടായിരുന്നു. അച്ഛന് ഏത് സമയത്തും മറ്റുള്ളവരുടെ കണ്ണിൽ ഭ്രാന്തനായിരുന്നു. മുഷിഞ്ഞൊരു വേഷം, മുഷിഞ്ഞ കോലം, പച്ചമീൻ തിന്നുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ കുട്ടികളുടെ കളിയാക്കളിലെ ഭയന്നുകൊണ്ടാണ് 14 കിലോമീറ്റർ നടന്ന് വട്ടോളി ഹൈസ്കൂളിലേക്ക് പോകുന്നത്. വട്ടോളി തന്നെയുള്ള ഒരു ഹോട്ടൽ, വിക്ടോറിയ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടാണ് അവിടെ 10-ാം ക്ലാസ് വരെ പഠിക്കുന്നത്. അങ്ങനെ വട്ടോളി സ്കൂളിൽ നിന്ന് SLC പരീക്ഷ എഴുതുകയും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്തു. 10-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അറിയാവുന്നൊരു തൊഴിൽ കല്ലുവെട്ടായിരുന്നു. കല്ലുവെട്ടിക്കൊണ്ടാണ് പിന്നെ PDC മൊകേരി ഗവൺമെൻറ് കോളേജിൽ പൂർത്തിയാക്കുന്നത്. ഇതിനിടയിൽ ഒരു നാടുവിടൽ, വീണ്ടും വയനാട്ടിലേക്ക്. അവിടെ ചെന്ന് ബാർബറുടെ പണി പഠിക്കുകയും ചില പ്രശ്നങ്ങൾ ഉടലെടുത്തതിൻ്റെ പേരിൽ തിരിച്ചു വരികയും വീണ്ടും BAക്ക് മാഹി കോളേജിൽ ചേരുകയും ഒപ്പം തന്നെ കല്ലുവെട്ട്, തെങ്ങുകയറ്റം തുടങ്ങിയ ജോലികൾ ചെയ്യുകയായിരുന്നു. മാഹിയിൽ വെച്ചാണ് ശരിക്ക് കവിതയിലേക്കുള്ള പ്രയാണം. അവിടെ മലയാളം പഠിപ്പിച്ചിരുന്ന വത്സലൻ ബാതുശ്ശേരി ആണ് കവിതയിലേക്കുള്ള വഴികാട്ടി. അവിടെ എത്തുന്നതിന് മുമ്പേ 10-ാം ക്ലാസ്സിൽ പഠിച്ച പുനലൂർ ബാലൻ്റെ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന കവിത
അതുപോലെ സൂതമാർ ടീച്ചറുടെ രാത്രി മഴ, ഈ കവിതയൊക്കെ വല്ലാതെ ഹൃദയത്തിന് പരിക്കേൽപ്പിച്ചിരുന്നു. രാത്രി മഴയും അതുപോലെ പുനലൂർ ബാലൻ്റെ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളവും ആണൊരു ആത്മവിശ്വാസം. എല്ലാം നശിക്കില്ല, നശിച്ചു പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്നതിൻ കരളിൽ പുതിയൊരാനന്ദം എന്ന പുനലൂർ ബാലൻ്റെ ചോദ്യം ജീവിതത്തെ കൂടുതൽ ജീവിതത്തെ സ്നേഹിക്കാനും ഒപ്പം ഒരു ആത്മവിശ്വാസവും ആ കവിതയിൽ നിന്ന് കിട്ടി. അങ്ങനെ നോട്ട് ബുക്കിൻ്റെ സൈഡുകളിലൊക്കെ കുറിച്ചിട്ടിരുന്ന വരികളിൽ നിന്ന് ആദ്യത്തെ കവിത പിറക്കുകയാണ്. റോസാപ്പൂവും മെഴുകുതിരിയും ചന്ദ്രികാഴ്ച പതിവിലാണ് ഈ കവിത പ്രസിദ്ധീകരിച്ചു വരുന്നത്. ഇതിനിടയിൽ BA 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 93 പെങ്ങൾക്കൊരു വിവാഹാലോചന വരികയും കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും അയഞ്ചേരിയിൽ നിന്ന് ശാന്ത എന്ന കുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നത്. പെങ്ങൾക്ക് പെണ്ണ് കൊടുക്കാനുള്ള, പെങ്ങളുടെ കല്യാണം നടത്താനുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു അത്. വീണ്ടും പഠനപർവം നിർത്തിവെക്കുകയും ഒപ്പം തന്നെ ഭാര്യയും കൂട്ടിയുള്ള ഒരു കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും, ഒപ്പം 2 കുട്ടികൾ, മിക്ക സ്ഥലങ്ങളിലും കറങ്ങി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം. ഇതിനിടയിലാണ് ആലപ്പുഴയിൽ ചെന്നെത്തുന്നത്. ഒരു നേരത്തെ വിശപ്പടക്കാൻ തീക്കുനി കവിതകൾക്കാകാതെ വന്നപ്പോൾ ആത്മഹത്യ എന്ന ചെകുത്താനെ ഈ ചെറുപ്പക്കാരൻ സമീപിച്ചതിൽ എന്താണ് തെറ്റ്? ആലപ്പുഴയിലെത്തുന്നതിന് മുമ്പേ 99 തിരുവോണത്തിന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങാൻ ഗതിയില്ലാതെ കുട്ടികളെയും കൊണ്ട് ചുറ്റിക്കറങ്ങിയൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതൊരവസരത്തിൽ ജീവിതം അവസാനിപ്പിക്കണമെന്നൊരു തീരുമാനത്തിലെത്തുകയും പൂങ്കുന്നത്തിനടുത്ത റെയിൽവേ ട്രാക്കിൽ മക്കളെ ഉറക്കിക്കെടുത്തുകയും രണ്ടുപേരും ഞാനും ശാന്തയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ജീവിതത്തോട് തോറ്റു എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു മടക്കം ഇതിന് തയ്യാറാവുകയായിരുന്നു. പക്ഷേ റെയിൽവേ ട്രാക്കിൽ ഉറക്കിക്കിടത്തിയ മകള് എഴുന്നേറ്റ് വെള്ളത്തിന് കരയുകയും അച്ഛാ എനിക്ക് വെള്ളം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തപ്പോൾ കുട്ടിയെടുത്ത് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ആ നടത്തം ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. കാരണം ഞങ്ങൾ എഴുന്നേറ്റ് നടന്നപ്പോൾ, കുട്ടിയെയും എടുത്ത് നടന്നപ്പോൾ ഒരു വണ്ടി 5-10 മിനിറ്റുള്ളൊരു വണ്ടി കടന്നു പോയിട്ടുണ്ട്. നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരികയും റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ 10 രൂപ വിലയുണ്ടായിരുന്ന എൻ്റെ മുറിവുകളുടെ ആദ്യത്തെ പുസ്തകം ഒരാൾ മേടിച്ചിട്ട് എൻ്റെ അവസ്ഥ കണ്ടിട്ട് 50 രൂപ തന്നു. മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ആത്മഹത്യ എന്നുള്ള ചിന്ത ഒഴിഞ്ഞു പോവുകയും പിന്നീടാണ് ഒന്ന് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ ചെങ്ങന്നൂരിൽ ചെന്നിറങ്ങുകയും ചെയ്യുന്നത്. ചെങ്ങന്നൂർ സ്റ്റാൻഡിൽ 1-2 ദിവസം കുട്ടികളുമായി ഭാര്യയുമായിട്ട് വന്നപ്പോഴവിടുത്തെ സ്റ്റേഷൻ മാഷ് പറയുന്നു, ഇവിടെ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, ഇത്ര സുരക്ഷിതമല്ല എന്നറിയിച്ചതിനാൽ വീണ്ടും കയ്യിലുണ്ടായിരുന്നൊരു വിലാസത്തിൽ ചൊനക്കര ചന്തയിൽ ചെന്നിറങ്ങുകയാണ്. ആലപ്പുഴയിലെ മാവേലിക്കരക്കടുത്തുള്ള ചൊനക്കരയിൽ അവിടെ അറിയുന്നൊരു വിലാസത്തിലുള്ള ഒരാളുണ്ടായിരുന്നു. മറ്റത്ത് കിഴക്കയിൽ കൊച്ചുരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തീക്കുനിയിൽ എണ്ണക്കച്ചവടത്തിന് വന്നിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ വരുമ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു താമസം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസമാകുകയും അവിടെ നിന്ന് കല്ല് വെട്ടാനുള്ള ഏർപ്പാട് അദ്ദേഹം ചെയ്തു തരികയും ചെയ്തു. തുടർന്ന് 4-5 വർഷം ആലപ്പുഴയിലെ ചുനക്കരയിലായിരുന്നു. വാടക വീട്ടുകളിൽ മാറി മാറി താമസിച്ചുകൊണ്ട് അങ്ങനെയിരിക്കെ ശാന്തയ്ക്ക് കൈ വീണൊടിഞ്ഞ് മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നു. ഒപ്പം തന്നെ മകന് ന്യൂമോണിയ. അവിടെയുള്ള ജോലിക്കൊന്നും പോകാനാവാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ 3 വയസ്സുള്ള മകളെയും കൂട്ടി ഭിക്ഷാടനമായിരുന്നു. ട്രെയിനിലും മറ്റും കവിത ചൊല്ലിക്കൊണ്ട്, അതുപോലെ പള്ളികളിലും സ്കൂളിലൊക്കെ മകളെ കരയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം. അങ്ങനെയാണ് ചാരമ്മൂട് ഫെഡറൽ ബാങ്കിൽ 3 വയസ്സുള്ള മകളെ നുള്ളിക്കരയിച്ചുകൊണ്ട് ഞാൻ ചെന്ന് കയറുന്നത്. ഫെഡറൽ ബാങ്കിൽ മുമ്പിൽ കണ്ട ഒരാളോട് ഞാനൊരു കവിയാണെന്നും എൻ്റെ കയ്യിൽ ഞാൻ എഴുതിയ പുസ്തകമുണ്ടെന്നും ഭാര്യയും കൊച്ചും ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും എന്നെ എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണ് വന്നതെന്നും പറഞ്ഞപ്പോൾ അവിടെ മുന്നിലിരുന്ന ഒരാൾ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുകയും അതൊരു കവിയാണ്, അദ്ദേഹത്തോട് പോയി പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മുറിവുകളുടെ വസ്ത്രം എന്ന പുസ്തകവുമായി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ രാജൻ കൈലാസ് എന്ന കവി എന്നെ കെട്ടിപ്പിടിക്കുകയും പവിത്രൻ തീക്കുനിയാണോ നീ എന്നൊരത്ഭുതത്തോടെ നോക്കുകയും 10 രൂപ പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് 2000 രൂപ തന്ന് എന്നെ തിരിച്ചയക്കുകയും ചെയ്തു.
കണ്ണാടി പോലെ തിളങ്ങും ജലത്തിൻ്റെ കണ്ണിൽ തുടിക്കുന്നു ജന്മജന്മാന്തരം. ഉച്ചവെയിലിൻ്റെ കുഞ്ഞുങ്ങൾ കൈകൂപ്പി പച്ചയോടർത്തിപ്പൂ തരംഗചുംബിതം. അങ്ങനെയാണ് കവിതയുടെ വില എന്താണ്, കവിത എന്താണെന്ന് എനിക്കിപ്പോൾ ഒരു തിരിച്ചറിവ് കൂടുതൽ കിട്ടുന്നത്. ഒപ്പം തന്നെ മാവേലിക്കര സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പിരിവെടുത്ത് തന്നിട്ടാണ് ഭാര്യയ്ക്ക് പ്ലാസ്റ്റർ ഇടാനുള്ള സഹായമൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വല്ലാത്തൊരു പർവ്വം ആലപ്പുഴയിൽ ജീവിച്ച് തീർത്തിട്ടുണ്ട്. അതിലേറ്റവും സങ്കടകരമായൊരവസ്ഥ മാവേലിക്കരയിലുള്ള ഒരു ചായക്കടയിൽ മകൾക്കൊരു വെള്ളാപ്പം തരുമോ എന്ന് ചോദിച്ചിട്ട് ആ വെളുപ്പിന് ചെന്നപ്പം കിട്ടിയത് ചൂടുവെള്ളമായിരുന്നു, മുഖത്തേക്ക് വീണില്ലെന്ന് മാത്രം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് ഭാര്യയുടെ ആങ്ങളെ വിളിക്കുകയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നറിയിക്കുകയും ചെയ്തതിന് പക്ഷേ ഭാര്യയും കൊച്ചുങ്ങളെയും അളിയൻ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഞാൻ പിന്നീടും കുറേ കാലം അവിടെ കല്ല് വെട്ടിയും പന്തളം റബ്ബർ സൊസൈറ്റിയിൽ ചുമടെടുത്തും ഒക്കെ നിന്നു. അങ്ങനെയാണ് തിരിച്ച് ഞാൻ ആയഞ്ചേരിയിലേക്ക് വരാതെ വടകരക്കടുത്തുള്ള തിരുവള്ളൂരിൽ വന്നിട്ട് അണ്ണാച്ചികളോടൊപ്പം കേബിളിന് കുഴിയെടുക്കുന്ന ജോലി തുടങ്ങിയത്. 4-5 വർഷം അണ്ണാച്ചികളോടൊപ്പം പല സ്ഥലങ്ങളിലും കേബിളിന് കുഴിയെടുക്കലായിരുന്നു ജോലി. ഇതിനിടയിൽ എൻ്റെ മറ്റൊരു സംഭവം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദേശാഭിമാനിയിലും മാധ്യമത്തിലും കവിത എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഒരു വ്യക്തമായ ഒരു വിലാസമോ സ്ഥലമോ ഇല്ലാത്തതിനാൽ അതൊന്നും കയ്യിൽ കിട്ടിയിരുന്നില്ല. എഴുതിയ കോപ്പികൾ പോലും ഒന്നത്തെ സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ 2004 അയഞ്ചേരിയിലേക്ക് തിരിച്ചു വരികയും ഒരു മത്സ്യക്കച്ചവടക്കാരൻ്റെ വേഷം സുഹൃത്തുക്കളൊക്കെ കൂടി മീൻ കച്ചവടത്തിനുള്ള ഏർപ്പാട് ചെയ്തു തരികയായിരുന്നു. ആദ്യമൊക്കെ മാർക്കറ്റുള്ളവർ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ അവർക്കിടയിൽ പെട്ടെന്ന് പവിത്രൻ തീക്കുനിയിൽ എഴുത്തുകാരനായതുകൊണ്ടാവാം പലരും എന്നെ അവിടെ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു തരികയും ഒരു 4 വർഷത്തോളം മീൻ കച്ചവടം തന്നെയായിരുന്നു. ഇതിനിടയിലാണ് മുറിവുകളുടെ വസ്ത്രത്തിന് ശേഷമുള്ള പുസ്തകങ്ങൾ ഉണ്ടാവുന്നത്. രക്തകാണ്ഡം, ഭൂപടങ്ങളിൽ ചോര പെയ്യുന്നു, കത്തുന്ന പച്ചമരങ്ങൾക്കിടയിൽ, അതുപോലെ തീക്കുനി കവിതകൾ, നമ്മൾക്കിടയിൽ, അങ്ങനെ 13ഓളം പുസ്തകം, ഒരു തമിഴ് പുസ്തകം അടക്കം 13ഓളം പുസ്തകങ്ങൾ ഇതിനിടയിലാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ 2005 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആശാം പ്രൈസ്, ഇന്ത്യൻ JCC അവാർഡ്, പ്രഥമ ഹിമേശ്വരി പുരസ്കാരം, ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും സ്വന്തമായിട്ടൊരു തരി മണ്ണോ വീടോ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അയഞ്ചേരിയിൽ ഭാര്യ വീട്ടിനടുത്തുള്ള 3 സെൻറ്റ് വീടിനോട് ചേർന്നുള്ളൊരു 3 സെൻറ്റ് വാങ്ങിക്കുകയും അവിടെ ഒരു കുടിൽ കെട്ടി താമസം ആരംഭിക്കുകയും ചെയ്തു. മക്കളുടെ പഠനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നാടുവിട്ടിൽ മലച്ചിലുകളൊക്കെ നിർത്തി ഇവിടെ മീൻ കച്ചവടത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വീട് വെക്കാനുള്ള ഒരാഗ്രഹം. അങ്ങനെ വയനാട്ടിലൊരു പ്രോഗ്രാമിന് പോയി കമ്പളക്കാട് എന്ന സ്ഥലത്തൊരു 2-3 സുഹൃത്തുക്കളെ കൂടി ചേർന്നൊരു നിമിഷത്തിൽ അവർ തീരുമാനിക്കുകയാണ് പവിത്രൻ തീക്കുനിക്കൊരു വീട് വേണം. അങ്ങനെ അവരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അത് വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കുകയും, കാരണം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് എനിക്ക് വ്യക്തിപരമായൊരു അടുപ്പമുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ കവിത ഏറെ ഇഷ്ടപ്പെടുന്ന മലയാളത്തിലെ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. എൻ്റെ എല്ലാ കവിതകളും മിക്കവാറും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് എനിക്ക് കുറേ നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെ ചിന്ത എൻ്റെ പുസ്തകം ഇറക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുള്ള ബേബിയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹവും ഒക്കെ ചെയ്തിട്ടുള്ള വിനീതമായ സഹായം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീടുണ്ടായിട്ടുള്ളത്. ഇന്ന് കയറി കിടക്കാൻ ഒരു ഇടമുണ്ട്. കടമാണെങ്കിലും ലേഖ ലോണൊക്കെ ഉണ്ടെങ്കിലും ജപ്തി നോട്ടീസ് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. എങ്കിൽ പോലും മലയാളത്തിലെ നല്ല വായനക്കാർ, അതുപോലെ അർഹതയുള്ള വായനക്കാർ, ഒപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട കവി സുഹൃത്തുക്കൾ എന്ന് പറയാനുള്ള അർത്ഥമില്ല, ഗുരുതുല്യരായ കവികൾ ONV സാർ, സുഗതകുമാരി, അതുപോലെ വിഷ്ണുനാരായണൻ നമ്പൂതിരി, എല്ലാ പോലുള്ള കവികൾ തന്ന സഹായമാണ് ഈ വീടിങ്ങനെ നിൽക്കാൻ കാരണം. മീൻ കച്ചവടം തുടർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മീനിന് പോയിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നം. കാരണം സ്ഥിരം കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി വന്നു. കാരണം എനിക്ക് എന്തെങ്കിലും കവിത ചൊല്ലാനോ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകേണ്ടി വരുമ്പോൾ മുടക്കം വരുന്നതിനാൽ മീൻ കച്ചവടം നിർത്തുകയായിരുന്നു. കരിവീട്ടി പോലൊരുത്തൻ, കരിമരും നിന്റെ മേന്മ നോക്കുന്നൊരുത്തൻ, ഇടിമിന്നൽ പോലെ തെളിയുന്നു മുന്നിലമ്മ, ചുടുകാറ്റിൽ ചെയ്തറുന്നു പച്ചിലക്കൂട്ടം, കരിമ്പറ തുളയ്ക്കുന്നു കരിവീട്ടി പോലൊരുത്തൻ, കരിമരും നിന്റെ മേന്മ നോക്കുന്നൊരുത്തൻ, ഇടിമിന്നൽ പോലെ തെളിയുന്നു മുന്നിലമ്മ,
ചുടുകാറ്റിൽ ചെയ്തറുന്നു പച്ചിലക്കൂട്ടം. മീൻ കച്ചവടം നടത്തിയതിന് ശേഷം കിട്ടുന്ന വേഷം ഒരു കള്ള് ഷാപ്പ് ജീവനക്കാരൻ്റെ വേഷമായിരുന്നു. വയനാട്ടിലെ വള്ളമുണ്ടയ്ക്കടുത്തുള്ള മക്കിയാട് കള്ള് ഷാപ്പിലായിരുന്നു. അങ്ങനെ ആഴ്ചയിൽ 4-5 ദിവസം ആ ഷാപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. ഫസ്റ്റിലൊന്നും ആരും പവിത്രൻ തീക്കുനിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷേ മലയാള മനോരമയുടെ ഫസ്റ്റ് പേജിലൊരു കവിത വന്നപ്പോൾ പവിത്രനല്ലേ താങ്കളല്ലേ ഇതെന്ന് ചോദിച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ വന്ന് പരിചയപ്പെടുകയും അങ്ങനെ പവിത്രൻ തീക്കുനി കള്ള് ഷാപ്പിലാണെന്നുള്ള വാർത്ത പത്രങ്ങളിൽ വരികയും ചെയ്യുമായിരുന്നു. അതിന് ശേഷമാണ് വാർക്കപ്പണിക്ക് പോകാൻ തുടങ്ങിയത്. വാർക്കപ്പണിക്ക് പോകാൻ തുടങ്ങിയത് ആദ്യമൊന്നും ഇത്ര ഇതില്ലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് വ്യക്തമായി അറിയുന്നു, ചെയ്യുന്നു. ഇപ്പോഴും ആഴ്ചക്ക് 2-3 പണി കിട്ടും. സ്ഥിരമായിട്ട് പോകാൻ കഴിയാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്രകൾ, അതുപോലെ മറ്റ് കവിയരങ്ങുകളൊക്കെ ഉള്ളതിനാൽ ആഴ്ചയിൽ 1-2-3 ദിവസം ജോലിക്ക് മാത്രമേ പോകാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ എവിടെ ചെന്നാലും ഏത് ജോലിയാലും ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ട്. അതുപോലെ പവിത്രൻ തീക്കുനി എന്ന എഴുത്തുകാരൻ്റെ സുഹൃത്തുക്കൾ, കൂട്ടുകാരൊക്കെ പറയുന്നത് വളരെ സാധാരണക്കാരാണ്. കാരണം അവരിൽ നിന്നാണ് ഒരുപാട് അറിവുകൾ, ഒരുപാട് പാഠങ്ങൾ, കവിതയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങളെ ഒരുക്കിയെടുക്കുന്നതിൽ ഏറ്റവും എനിക്ക് പ്രിയമായി തോന്നിയിട്ടുള്ള അവരോടുള്ള ഇടപെടലുകൾ മാത്രമാണ്. കാരണം എൻ്റെ കവിത എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതം തന്നെ ഞാൻ മറ്റൊരു തരത്തിൽ കുത്തി പിഴിഞ്ഞ് ഉറ്റിച്ചെടുക്കുകയാണ്. കാരണം മറ്റൊരു പുറത്തുള്ള അറിവുകളൊന്നും എന്നിലില്ല. കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ളത്, എന്നെ വേദനിപ്പിച്ചിട്ടുള്ളതൊക്കെയാണ് ഞാൻ കവിതയ്ക്ക് വിഷയമാക്കിയിട്ടുള്ളത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കവിത വിറ്റുപോകുന്നത് എൻ്റെതാണെന്നുള്ളൊരു വിശ്വാസം അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം DC ബുക്സാണ് എൻ്റെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. അവരുമായിട്ടൊരു എഗ്രിമെൻ്റാണ്. 6 വർഷം എഴുതുന്നതൊക്കെ DCക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ MAക്കും BAക്കും എൻ്റെ കവിത പഠിക്കാനുണ്ട്. പഴയ സാഹചര്യങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു വീടുണ്ട്. അത്യാവശ്യം ഇടയ്ക്ക് വാർപ്പ് പണിക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ഇതിനപ്പുറത്ത് കേരളത്തിലെ എല്ലാ തലത്തിലുള്ള രാഷ്ട്രീയക്കാരുമായിട്ടും സാഹിത്യകാരന്മാരുമായിട്ടും നല്ല ബന്ധമുണ്ട്. ഇടയ്ക്ക് അവരൊക്കെ ഇവിടെ വരാറുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളായ സൈമൺ ബ്രിട്ടോയി ഇവിടെ വന്ന് അടുത്തൊരു പ്രോഗ്രാമിന് വന്നപ്പോൾ എനിക്ക് പവിത്രൻ്റെ വീട് കാണണമെന്ന് വന്ന് ഇവിടെ വരികയും വൈകുന്നേരം വരെ എന്നോട് വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി പേര്, ഗിരീഷ് പുത്തഞ്ചേരി, മരിച്ചു അയ്യപ്പൻ, അങ്ങനെ തുടങ്ങിയ പലരും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയ വലിയ നിമിഷങ്ങൾ ഒരു കവി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനിക്കാവുന്നതാണ്. പീലികൾ പെറ്റിട്ടൊരായിരം ശവക്കച്ചയിട്ട നക്ഷത്ര കുഞ്ഞുങ്ങൾ, കവിതയിലവയ്ക്കർത്ഥം കൊടുത്തും പൊലിമ കൊടുത്തും തകർന്നവർ നമ്മൾ. ആർത്തിയാൽ ഇന്നും നമ്മെ വിളിപ്പൂ ആർത്തവം നിലച്ച വേരുകൾ. കള്ളിമുള്ളിനെ ചുംബിച്ച് ചുണ്ടടർന്ന കവികൾ നമ്മൾ, നെഞ്ചുടഞ്ഞ കവികൾ നമ്മൾ. കള്ളിമുള്ളിനെ ചുംബിച്ച് ചുണ്ടടർന്ന കവികൾ നമ്മൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അഭയവും അന്നവും എൻ്റെ രാഷ്ട്രീയമൊക്കെയാണ്. മാത്രമല്ല കവിതയിലൂടെ കിട്ടുന്ന ചെറിയ പ്രതിഫലം കൊണ്ട് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഒരാൾ 10ലാണ്, മകൾ 10ലാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള 3 വയസ്സിൽ ഞാൻ നുള്ളിക്കരയിച്ച മകൾ പഠിക്കാൻ പഠിക്കുകയാണ്. അവൾ 10ാം ക്ലാസ് പഠിക്കുന്നു, മകൻ 9ൽ പഠിക്കുന്നു. ഇവരൊക്കെ പഠിപ്പിക്കാനും അവർക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും കവിത കൊണ്ട് കിട്ടുന്ന പ്രതിഫലം സഹായിക്കാറുണ്ട്. ഒപ്പം തന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുറേ നല്ല വായനക്കാർ എനിക്ക് വിവിധ ഘട്ടങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് വളരെ അഭിമാനിക്കാനുള്ളൊരു ജീവിതമാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ കയറി വന്നതുകൊണ്ടാവണം പവിത്രൻ തീക്കുനി എന്ന എഴുത്തുകാരൻ തൻ്റെ അടുത്തോടെ ഒരു ഇരിപ്പിടം മലയാള കവിതയിൽ ഉറപ്പിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ട് അനുഭവങ്ങളെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല മക്കൾക്ക് ഇപ്പോൾ അഭിമാനത്തോടെ പവിത്രൻ തീക്കുനിയുടെ മക്കളാണെന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ജീവിതം തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. മക്കളെ പഠിപ്പിക്കണം. എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അടക്കി വെച്ചുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പിക്കാനുള്ള, കുടുംബം പോറ്റാനുള്ളൊരു ചങ്കൂറ്റം കവിതയിലൂടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നല്ല സൗഹൃദങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ, അതിൽ അസ്തമിച്ചു പോയ കുറേ സൗഹൃദങ്ങൾ, അയ്യപ്പ പണിക്കരെ, മാധവിക്കുട്ടി, ഇവരോടൊക്കെ അടുപ്പമുണ്ടായിരുന്നു. അതൊക്കെ കവിതയിലൂടെ കിട്ടിയ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എഴുതിയ വരികൾ പോലെ കള്ളിമുള്ളിനെ സ്നേഹിച്ചു ചുംബിച്ചു ചുണ്ടടർന്ന കവികൾ. ആ കൂട്ടത്തിൽ ചുണ്ടടർന്ന ഈ തീക്കുനിയും പെടും.
എഴുത്ത് മരണം വരെ എൻ്റെ കൂടെയുണ്ടാകും. ഇത് പവിത്രൻ തീക്കിനിയുടെ കഥ.